നമസ്കാരം. കേരളത്തിന്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിന്റെ പ്രധാന ഹർജി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ട് സുപ്രീം കോടതിയുടെ വിധിയുണ്ടായി. ഭരണഘടനയുടെ 293-ാം അനുച്ഛേദം ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ലെന്നാണ് കോടതി പറഞ്ഞത്. വിഷയത്തിൽ വാദം പൂർത്തിയാക്കിയിരുന്നു. 2023-24 സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധി ഉയർത്താനുള്ള വിഷയത്തിൽ കോടതി നിർദ്ദേശം അനുസരിച്ച് ചർച്ച നടന്നിരുന്നുവെങ്കിലും കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ധാരണയായിരുന്നില്ല. എന്തായാലും കോടതി വിധി അനുകൂലമല്ലാതായതോടെ ധനമന്ത്രി KN ബാലഗോപാലിന് മടുത്തു. ഇനി ഈ വകുപ്പുമായി മുന്നോട്ട് പോകാനാകില്ലെന്നാണ് പറയുന്നത്. കടമെടുത്തും മറ്റു വഴികളെല്ലാം അടച്ചുവെച്ചിരിക്കുന്ന ഈ വകുപ്പിൽ ഇനി തനിക്ക് ഒന്നും ചെയ്യാനാകില്ലെന്ന് ബാലഗോപാൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ വകുപ്പുമായി മുന്നോട്ട് പോയാൽ നാട്ടിലിറങ്ങി നടക്കാൻ സാധിക്കാത്ത അവസ്ഥയാകും. ആളുകൾ കുറ്റിച്ചൂലെടുത്ത് അടിക്കുമെന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ രാജിവെച്ചൊഴിയാനാണ് തീരുമാനം. രാജിയുമായി പിണറായിക്കരികിലേക്ക് പോകുകയാണ് ബാലൻ. സുപ്രീം കോടതിയിൽ അവസാന പ്രതീക്ഷയർപ്പിച്ച് കാത്തിരുന്ന ബാലഗോപാലിന് കോടതി ഉത്തരവ് വൻ പ്രഹരമായി മാറുകയായിരുന്നു. കട്ടക്കലിപ്പിലാണ് മന്ത്രി ധനവകുപ്പിനെയും സർക്കാരിനെയും ഇന്ന് കാണുന്നത്. പ്രതിസന്ധിയിലെത്തിച്ചത് മുൻ ധനമന്ത്രി തോമസ് ഐസക് ആണെന്നാണ് ബാലഗോപാലിന്റെ പ്രതികരണം. ബാലഗോപാലിന്റെ വിശ്വസ്തരായ ധനകാര്യ വിദഗ്ധരെല്ലാം ഐസക്കിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ രംഗത്തെത്തി കഴിഞ്ഞു. എല്ലാം തകർത്തു മുടിച്ച് ഐസക്കിന്റെ നയങ്ങൾക്കാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്നും പ്രഹരമേറ്റതെന്നും ബാലഗോപാൽ പറയാതെ പറയുന്നുണ്ട്. പുതിയ സാമ്പത്തിക വർഷത്തിൽ മുന്നോട്ട് പോകാനാവാതെ പകച്ചു നിൽക്കുകയാണ് മന്ത്രി. ഇലക്ഷൻ തീരുന്നതുവരെ കേന്ദ്രത്തെ കുറ്റം പറയാം, അത് കഴിഞ്ഞാൽ എന്തു ചെയ്യുമെന്ന് വ്യക്തമല്ല. കൂടുതൽ കടമെടുക്കുന്നതിന് അനുമതി തേടി സുപ്രീം കോടതിയെ സമീപിച്ച കേരളത്തിന് തിരിച്ചടിയായത് 2016 മുതൽ 2020 വരെ എടുത്ത അധിക കടമാണ്. 2016 മുതൽ 2020 വരെ ഐസക് ആയിരുന്നു ധനമന്ത്രി. ഈ കാലയളവിൽ എടുത്ത അധിക കടം പിന്നീടുള്ള വർഷങ്ങളിലെ കടപരിധിയിൽ കുറച്ചു വരുത്താൻ കേന്ദ്രത്തിന് അധികാരം ഉണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. 2021 മുതൽ വെട്ടിക്കുറച്ചത് 26,619 കോടിയുടെ കടപരിധിയാണെന്നും സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ വിശദീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റിലെ കെടുകാര്യസ്ഥത കാരണമുണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. 2016 മുതൽ 2020 വരെയുള്ള കാലയളവിൽ 14,479 കോടി രൂപ കേരളം അധിക കടം എടുത്തിട്ടുണ്ടെന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇത് കിഫ്ബിയിലൂടെ മാത്രം എടുത്ത കടമാണെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇതിനു പുറമെ മറ്റു മാർഗങ്ങളിലൂടെയും സംസ്ഥാനം കടമെടുത്തിരുന്നു. 2016 മുതലുള്ള 4 വർഷങ്ങളിൽ കേരളം അധിക കടം എടുത്തിട്ടുണ്ടെന്ന് സംസ്ഥാനം സമ്മതിച്ചിട്ടുണ്ടെന്നും സുപ്രീം കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ 14 ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ എടുത്ത ഈ കടം 15-ാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ വെട്ടിക്കുറയ്ക്കാനാകില്ലെന്നായിരുന്നു കേരളത്തിന്റെ വാദം. എന്നാൽ 15-ാം ധനകാര്യ കമ്മീഷന്റെ തുടക്കം മുതൽ കേരളത്തിന്റെ കടപരിധിയിൽ വെട്ടിക്കുറവ് വരുത്തുന്നുണ്ട് എന്ന കേന്ദ്രവാദം സുപ്രീം കോടതി തങ്ങളുടെ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 2021-22 സാമ്പത്തിക വർഷത്തിൽ 9,197.15 കോടിയും 2022-23 13,067.78 കോടിയും 2023-24 4,354.72 കോടി രൂപയുമാണ് കടപരിധിയിൽ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത്. ഫലത്തിൽ തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ എടുത്ത അധിക കടത്തിന് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ കടപരിധിയിൽ 26,619 കോടിയുടെ വെട്ടിക്കുറവാണ് കേന്ദ്രം ഇതുവരെ വരുത്തിയത്. ഒരു ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ സംസ്ഥാനം കൂടുതൽ കടമെടുത്താൽ അടുത്ത ധനകാര്യ കമ്മീഷന്റെ കാലയളവിലെ കടപരിധിയിൽ കേന്ദ്ര സർക്കാരിന് കുറവ് വരുത്താമെന്നാണ് തങ്ങളുടെ പ്രാഥമിക വിലയിരുത്തലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കേണ്ടത് കേരളം നൽകിയ സ്യൂട്ട് ഹർജിയിൽ ഭരണഘടനാ ബെഞ്ചാണെന്നും കോടതി തങ്ങളുടെ ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭരണഘടനാ ബെഞ്ചിൽ പോയിട്ട് കാര്യമില്ലെന്ന് സർക്കാരിന് അറിയാം. അധിക കടമെടുപ്പിന് അനുമതി നൽകിയില്ലെങ്കിൽ പെൻഷൻ ഉൾപ്പെടെയുള്ളവരുടെ വിതരണം പ്രതിസന്ധിയിലാകുമെന്ന് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ ഇടപെടൽ കാരണം കേരളത്തിന് 13,608 കോടി രൂപ കടമെടുക്കാൻ കഴിഞ്ഞുവെന്നും അതിനാൽ പ്രതിസന്ധി ഭാഗികമായി തരണം ചെയ്യാൻ കഴിഞ്ഞുവെന്നുമാണ്
എന്നാണ് സുപ്രീം കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അധിക കടമെടുക്കാൻ കേരളത്തിന് അനുകൂലമായി ഉത്തരവിറക്കാനാകില്ലെന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചു. കടമെടുപ്പ് പരിധിയിലെ കേരളത്തിന്റെ പ്രധാന ഹർജി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. കൂടുതൽ കടമെടുക്കാൻ കേരളത്തിന് നിലവിൽ അനുവാദമില്ലെന്നും തൽക്കാലം കടമെടുപ്പിന് കേന്ദ്രത്തിന്റെ നിബന്ധന പാലിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. 1 വർഷം അധിക കടമെടുത്താൽ അടുത്ത വർഷത്തിൽ നിന്ന് കുറയ്ക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. കിഫ്ബി വഴി എടുത്ത കടം പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര നടപടിയും കേരളം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. കടമെടുക്കാൻ സംസ്ഥാനങ്ങളെ അനുവദിക്കുന്ന ഭരണഘടനയുടെ 293-ാം അനുച്ഛേദവുമായി ബന്ധപ്പെട്ട വിഷയമാണിതെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരുൾപ്പെട്ട 2-അംഗ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചു. ഹർജി ഉയർത്തുന്ന 6 ചോദ്യങ്ങളാണ് 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടത്. കടമെടുക്കാനുള്ള സംസ്ഥാന അവകാശത്തിൽ കേന്ദ്രത്തിന് എത്രത്തോളം ഇടപെടാമെന്ന് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. പൊതുകടത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നതിലും 5-അംഗ ബെഞ്ച് വാദം കേൾക്കും. കൂടുതൽ കടമെടുക്കാനുള്ള ഇടക്കാല ഉത്തരവും കേരളം തേടിയിരുന്നു. എന്നാൽ കോടതി ഇടപെടൽ വഴി കൂടുതൽ സഹായം കേരളത്തിന് ഇതിനകം കിട്ടിയെന്ന് 2-അംഗ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചു. 13,600 കോടി രൂപ കേരളത്തിന് കേന്ദ്രം നൽകാൻ തയ്യാറായി. 5,000 കോടി കൂടി നൽകാം എന്ന വാഗ്ദാനവും കിട്ടി. ഈ സാഹചര്യത്തിൽ ഇടക്കാല ആശ്വാസത്തിന് ഉത്തരവിടാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. 1 വർഷം നൽകുന്ന അധിക തുക അടുത്ത വർഷം വെട്ടിക്കുറയ്ക്കാൻ അവകാശമുണ്ടെന്ന കേന്ദ്രവാദവും കോടതി അംഗീകരിച്ചു. പ്രധാന ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് ആശ്വാസമായെങ്കിലും തൽക്കാലം കൂടുതൽ കടമെടുക്കാനുള്ള കേരളത്തിന്റെ നീക്കത്തിന് ഉത്തരവ് തിരിച്ചടിയായി. ഭരണഘടനാ ബെഞ്ചിന്റെ തീർപ്പുണ്ടാകുന്നതുവരെ കടമെടുക്കുന്നതിൽ കേന്ദ്ര നിബന്ധന സംസ്ഥാനത്തിന് അംഗീകരിക്കേണ്ടി വരും. മുഖ്യമന്ത്രിയും ധനമന്ത്രി KN ബാലഗോപാലും തമ്മിൽ അഭിപ്രായ ഭിന്നതയ്ക്ക് വഴിമരുന്നിട്ട തോമസ് ഐസക്കിന്റെ മാനസപുത്രനായ കിഫ്ബിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ ധനമന്ത്രാലയത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കിഫ്ബിക്കെതിരെ കർശന നിലപാട് സ്വീകരിച്ചതാണ് പ്രധാന വെല്ലുവിളിയായത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കിഫ്ബിയെ പ്രതിസന്ധിയിലാക്കിയത്. കിഫ്ബി ഫണ്ട് വിനിയോഗത്തിൽ കർശന നിയന്ത്രണം കൊണ്ടുവരാനാണ് സർക്കാർ ധാരണ. 82,342 കോടി രൂപയുടെ 1073 പദ്ധതികൾക്കാണ് കിഫ്ബി ഇതുവരെ അനുമതി നൽകിയിട്ടുള്ളത്. നന്ദി.